വർത്തമാനത്തിലേക്ക് വിശദമായി പാലക്കാട് കല്ലേപ്പുള്ളി മിൽമ പ്ലാന്റിലെ കൂളിംഗ് ടവറിൽ നിന്നും അമോണിയം ചോർന്നുവെന്ന് നാട്ടുകാർ. കുട്ടികൾ ഉൾപ്പെടെ 10ലധികം പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ സംഭവത്തിൽ ആശങ്കപ്പെടാനില്ല എന്നും കൂളിംഗ് ടവറിലെ അമോണിയം പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചെന്നും അധികൃതർ. പാലക്കാട് കല്ലേപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന മിൽമ പ്ലാന്റിലെ കൂളിംഗ് ടവറിൽ നിന്നാണ് അമോണിയം വാതകം ചോർന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുട്ടികൾ ഉൾപ്പെടെ 10ലധികം പേർക്ക് അസ്വസ്ഥതകൾ ഉണ്ടായി. ഇവർക്ക് ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. കണ്ണെരിച്ചിലുണ്ടായിരുന്നു, വയറുവേദന ഉണ്ടായിരുന്നു, ഛർദിയൊക്കെ വരാൻ തന്നു. എനിക്ക് ശ്വാസം മുട്ടലും വയറുവേദനയുണ്ടായിരുന്നു. 4 മണി മുതൽ സ്റ്റാർട്ടിങ് ഇങ്ങനെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 4 മണിക്ക് ഞാനിത് ഇവിടെ തനിച്ചുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് അവരിനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു വിട്ടു. പിന്നെ ഞാൻ മാത്രമേ തനിച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നിട്ട് ഇത് 4-5 പ്രാവശ്യം അവിടെ പോയി പറഞ്ഞു. മുൻപും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനവാസ മേഖലയോട് ചേർന്ന കൂളിംഗ് പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 30 മീറ്റർ പോലും ഇല്ല ഈ വീടും ഇതിലും തമ്മിൽ. ഇതിൻ്റെ മറുവശത്ത് താമസം കുറവാണ്, അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഒന്നെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കുക. അതിന് കാലതാമസമോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ആ സമയത്തിന് അത്രയും ഈ അമോണിയ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാറ്റോ മണമോ ഈ കുട്ടികളിലെ ശരീരങ്ങൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മിൽമ അധികൃതർ വ്യക്തമാക്കി. കൂളിംഗ് ടവറിലെ അമോണിയം പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചതാണെന്നും എല്ലാ സുരക്ഷാ മുൻകരുതലും സ്വീകരിച്ചിരുന്നതായും അധികൃതർ പറഞ്ഞു. പാലായതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് പ്രോസസ്സ് ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പാർട്ടായിട്ട് ചെക്ക് ചെയ്തിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കംപ്ലീറ്റ് അമോണിയ എല്ലാം ആ ലൈനിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ചെറിയ രീതിയിലുള്ള സ്മെല്ല് ഈ പരിസരത്ത് ഉണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാറ്റ് കൊണ്ടുള്ള ഇതായിരിക്കാം തൊട്ടടുത്തുള്ള വീട്ടിൽ കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടായി എന്ന് പറയുന്നു. സംഭവത്തെ തുടർന്ന് ഫയർഫോഴ്സും പ്ലാന്റിൽ പരിശോധന നടത്തി. പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്ന സമയത്തുണ്ടായ നേരിയ ചോർച്ചയാണെന്നും പ്രശ്നം പരിഹരിച്ചതായും ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് 9 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 88 വർഷം കഠിന തടവും 7 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചാമത്തെടുക്ക ദേലമ്പാടി സ്വദേശി മുഹമ്മദിനെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2019 ഓഗസ്റ്റ് 14-നും അതിനു മുൻപും പെൺകുട്ടിയെ വീടിന് തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ട്രെയിനിൽ വച്ച് മദ്യം നൽകി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ സൈനികൻ അറസ്റ്റിൽ. പത്തനംതിട്ട കടപ്ര സ്വദേശി പ്രതീഷ് കുമാറാണ് അറസ്റ്റിലായത്. മണിപ്പാൽ സർവകലാശാലയിലെ മലയാളി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. വ്യാഴാഴ്ച രാത്രി രാജധാനി എക്സ്പ്രസിലാണ് സംഭവം. എറണാകുളത്തിനും ആലപ്പുഴയ്ക്കുമിടയിൽ വെച്ചാണ് സംഭവം നടന്നത്. പ്രതി ജമ്മു കശ്മീരിൽ സൈനികനാണ്. ഇയാൾ അവധിക്ക് നാട്ടിലേക്ക് വരികയായിരുന്നു. തിരുവനന്തപുരം കാരേറ്റിന് സമീപം പേടിക്കുളത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കാരേറ്റ് പേടിക്കുളം സ്വദേശി രാജേന്ദ്രൻ, ഭാര്യ ശശികല എന്നിവരാണ് മരിച്ചത്. ശശികലയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം രാജേന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നു. കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. വയനാട്ടിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ് 4.5 വയസ്സുകാരന് ദാരുണാന്ത്യം. ഓടത്തോട് സ്വദേശി അബ്ദുൽ ഷമീർ സുബൈറ ദമ്പതികളുടെ മകൻ മുഹമ്മദ് യാമിനാണ് മരിച്ചത്. മൂപ്പനാട് റിപ്പൺ നെടുംകരണയിൽ ഇന്നലെ രാത്രി 9:30-യോടെയാണ് അപകടം. യാത്രക്കാരുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ കാട്ടുപന്നി ഇടിച്ചതോടെ മറിയുകയായിരുന്നു. 4 വയസ്സുകാരനായ മുഹമ്മദ് യാമിനാണ് മരിച്ചത്. ഓടത്തോട് സ്വദേശി ഷമീറിന്റെയും സുബൈറയുടെയും മകനാണ്. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മാതാവ് സുബൈറയ്ക്കും സഹോദരനും ഓട്ടോ ഡ്രൈവർക്കും അപകടത്തിൽ പരുക്കേറ്റു. ഇവർ വയനാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രദേശത്ത് രാത്രിയായാൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും മുൻപും പലവട്ടം അപകടം ഉണ്ടായിട്ടുണ്ടെന്നും പൊതുപ്രവർത്തകനായ യഹിയ ഖാൻ തലയ്ക്കൽ പറയുന്നു. ഈ കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുള്ളത് 4.5 വയസ്സായിട്ടുള്ള മുഹമ്മദ് യാമീൻ എന്ന് പറയുന്ന ഒരു പിഞ്ചു കുട്ടിയാണ്. അവരുടെ ഉമ്മക്കും സഹോദരനുമൊക്കെ ഈ പന്നിയുടെ ആക്രമണത്തിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. നിലവിലെ നിയമപ്രകാരം കാട്ടുപന്നികളെ പ്രതിരോധിക്കുന്നതിന് നമുക്ക് യാതൊരു വഴിയില്ല. ആരെങ്കിലും പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത്. ന്യൂസ് 18 വയനാട്.
കണ്ണൂർ ആറളം പഞ്ചായത്തിൽ ഹർത്താൽ പൂർണ്ണം. ആറളം ഫാമിനെയും ആദിവാസി മേഖലയിലെ മനുഷ്യരെയും കാട്ടാന ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. LDF-ഉം UDF-ഉം BJP-യും ഹർത്താലിൽ പങ്കെടുക്കുന്നുണ്ട്. വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നലെ ആറളം ഫാമിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവ് രഘു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇടുക്കി നെടുങ്കണ്ടം മെഴുകും വയലിൽ പുലിപ്പേടി. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. പ്രദേശത്തെ വീടിന് സമീപത്തുള്ള ടാങ്കിൽ വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പുലി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കലാർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി മേഖലയിൽ പരിശോധന നടത്തി. ഇടുക്കി നെടുങ്കണ്ടം 50 ഏക്കറിൽ കാട്ടുപന്നികളുടെ ശല്യം മൂലം പകൽ സമയത്ത് പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഏതാനും മാസങ്ങൾക്കിടെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കാട്ടുപന്നികളെ പേടിച്ച് കഴിയുകയാണ് ഒരു പ്രദേശം. രാത്രി മാത്രമല്ല, പകലും കൂട്ടമായി എത്തുന്ന പന്നികൾ വലിയ ദുരിതമാണ് 50 ഏക്കറുകാർക്ക് നൽകുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ കാട്ടുപന്നി ആക്രമണത്തിൽ പ്രദേശവാസിയായ സുലൈമാന് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 9 മണിയോടെ ബൈക്കിൽ ജോലിക്ക് പോവുകയായിരുന്ന ആഷിഖിന് നേരെ കാട്ടുപന്നികൾ പാഞ്ഞെടുക്കുകയായിരുന്നു. ആഷിഖിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു. കാലിൽ പൊട്ടലുണ്ട്. മിനിഞ്ഞാന്ന് രാവിലെയാണ് ഞാൻ വർക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 8:45-9 മണിക്ക് ആകുന്നുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് ഒരു വലിയ ഇറക്കമുണ്ട്. ഇറക്കം ഇറങ്ങി പോകുമ്പോഴത്തേന് പന്നി ഒരു മരത്തിൻ്റെ അവിടുന്ന് ക്രോസ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോഴത്തേന് വണ്ടി ബ്രേക്ക് പിടിച്ച് എന്നാലും നിന്നില്ല. തൊട്ട് പറയുന്ന കുറേ പന്നികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ ഇടിച്ചിട്ടാണ് ഞാൻ വീണത്. വീണപ്പോൾ ഷോൾഡർ ഇടിച്ചിട്ട് ചതവുണ്ടായിരുന്നു. കൈക്ക് ഇങ്ങനെ മുറിവുകളുണ്ട്. കൈ ചെറുതായിട്ട് തിരിഞ്ഞു പോയായിരുന്നു വിരൽ. പിന്നീട് കാലിന് ശരിക്കും നല്ല പരിക്കുണ്ട്. ഏതാനും മാസങ്ങൾക്കിടെ പ്രദേശത്തെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. പകൽ സമയത്ത് പോലും പന്നികളുടെ ശല്യമുണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പന്നിയാണ് കാണുന്നത്. പിന്നെ ഒരു 8-9 മണി വരെയും പന്നിയുടെ ശല്യങ്ങളുണ്ടാവും. നടപ്പുകാർക്ക് നടക്കാൻ പറ്റത്തുമില്ല. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി ഒരു പകയും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സമയം പറ്റും രാവിലെ എഴുന്നേറ്റ്. പന്നിയുടെ ശല്യം നല്ല രൂക്ഷമാണ്. അധികൃതർ ഇതിനു വേണ്ടി നടപടി എടുക്കണം. കുറേ നാളുകളായിട്ട് പന്നിയുടെ ശല്യം വളരെ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൃഷിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം അത് വീണ്ടും നശിപ്പിച്ച് ഇത് പന്നി കൂട്ടങ്ങൾ ഇറങ്ങി നശിപ്പിക്കുകയാണ്. ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് അനുമതിയുണ്ടെങ്കിലും പഞ്ചായത്ത് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 നെടുങ്കണ്ടം. തമിഴ്നാട് അതിർത്തി മേഖലയിൽ കാട്ടുതീ പടരുന്നത് പതിവായതോടെ ഇടുക്കിയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. വനമേഖലയിൽ ഭക്ഷണവും വെള്ളവും കുറഞ്ഞതും കാട്ടുതീ മൂലം ചൂട് വർദ്ധിച്ചതും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് ഇടയാക്കുന്നു. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിലെ കൃഷിയിടങ്ങളിലേക്ക് മൃഗങ്ങൾ കൂട്ടത്തോടെയാണ് എത്തുന്നത്. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് വനമേഖലകളിലും പുൽമേടുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുതീ പടർന്നു. ഏക്കർ കണക്കിന് പ്രദേശത്തെ കുറ്റിക്കാടുകളും പുൽമേടുകളും കത്തിനശിച്ചു. ഇതോടെ വനമേഖലയിൽ നിന്നും മൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് പതിവായിരിക്കുകയാണ്. കുരങ്ങ്, മ്ലാവ്, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളാണ് കൂട്ടത്തോടെ എത്തുന്നത്. കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന ഇവ വ്യാപകമായ നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ജില്ലയിൽ വേനൽ കടുത്തതോടുകൂടി തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്ന കരുണാപുരം നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ തമിഴ്നാടിനോട് അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ വനമേഖലകളിൽ കാട്ടുതീ പടരുന്നത് ഇപ്പം ദിവസവും കാട്ടുതീ പടരുന്ന ഒരു സ്ഥിതിയാണ്. കാട്ടുതീ പടരുന്നതോടൊപ്പം ഈ പ്രദേശത്ത് ചൂട് വർദ്ധിക്കുകയും അതോടൊപ്പം കാട്ടിൽ അധിവസിച്ചുകൊണ്ടിരുന്ന വന്യജീവികളായിട്ടുള്ള പന്നി, കുരങ്ങൻ, മുള്ളൻ പന്നി അടക്കം നാട്ടിലേക്ക് കടന്നു വരികയും പ്രദേശത്തുള്ള ആളുകൾ, കർഷകരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാമക്കൽമേടിനോട് ചേർന്ന് അതിർത്തി മേഖലയിൽ പുലിയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പുൽമേടുകളിൽ കാട്ടുതീ പടരുന്നത് തടയാൻ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയാൻ സോളാർ ഫെൻസിംഗ് ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. പാലക്കാട് തൃത്താല പരിധൂരിൽ 3 മോഷണം. 3 കിലോമീറ്റർ പരിധിക്കിടയിലാണ് മോഷണങ്ങൾ നടന്നത്. പ്രതിയുടേതെന്ന് കരുതുന്ന CCTV ദൃശ്യം ലഭിച്ചു. തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിലെ 3 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. 2 ഭണ്ഡാരങ്ങളുടെ പൂട്ട് പൊളിക്കാനും ശ്രമം നടന്നു. മദ്രസയുടെ പൂട്ട് പൊളിച്ച് മോഷ്ടാഭാഗത്ത് പ്രവേശിച്ചെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്കുള്ള സർക്കാർ സഹായം നിലച്ചുവെന്ന് പരാതി.
അവഗണനയിൽ പ്രതിഷേധിച്ച് സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ സമരരംഗത്തേക്ക്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയാണ് അസോസിയേഷൻ ഫോർ ദ ഇന്റലക്ച്വലി ഡിസേബിൾസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുന്നത്. വയനാട് ജില്ലയിൽ മാത്രം 8 സ്പെഷ്യൽ സ്കൂളുകളിലായി 700 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അധ്യാപക, അനധ്യാപക തസ്തികകളിലായി 300-ലധികം ജീവനക്കാരുമുണ്ട്. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് 2022-23 അധ്യയന വർഷത്തേക്കുള്ള പാക്കേജായി 45 കോടി രൂപ അനുവദിച്ച ജൂൺ 2-ന് ഉത്തരവ് ഇറങ്ങിയെങ്കിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 5 മാസത്തെ തുക മാത്രമാണ് സർക്കാർ വിതരണം ചെയ്തത്. പ്രതിസന്ധി രൂക്ഷമായതോടെ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഈ വർഷവും ഞങ്ങൾക്ക് ഈ 45 കോടി രൂപയിലെ ഇത്രയും പൈസ ഒന്നും ലഭിക്കുമെന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പൈസ കിട്ടാത്തത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ സമരത്തിലേക്ക് പോകുന്നത്. സ്പെഷ്യൽ സ്കൂളുകളുടെ പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. എന്നാൽ തുടർ നടപടികൾ മുടങ്ങി. LDF സർക്കാരാണ് സ്പെഷ്യൽ സ്കൂളുകൾക്കായി സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചത്. പക്ഷേ സ്പെഷ്യൽ സ്കൂളുകൾക്ക് നൽകി വരുന്ന സാമ്പത്തിക പാക്കേജുകൾ ദൈനംദിന പ്രവർത്തനത്തിന് പോലും പര്യാപ്തമല്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ന്യൂസ് 18 വയനാട്. കോട്ടയം തോട്ടം ശിവകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തി. 40 പേരാണ് മേൽശാന്തിക്കായി അപേക്ഷ നൽകിയത്. 33 പേർ കൂടിക്കാഴ്ചയ്ക്കെത്തി യോഗ്യത നേടിയവരെയാണ് നറുക്കെടുപ്പിൽ പങ്കെടുപ്പിച്ചത്. ഈ മാസം 31-ന് ഇപ്പോഴത്തെ മേൽശാന്തിയുടെ കാലാവധി പൂർത്തിയാകും. ഏപ്രിൽ 1-ന് പുതിയ മേൽശാന്തി ചുമതലയേൽക്കും. കുടിവെള്ള പദ്ധതികൾ നിരവധിയുണ്ടെങ്കിലും കുടിക്കാൻ വെള്ളം വലിയ വില നൽകേണ്ട അവസ്ഥയിലാണ് ഇടുക്കി രാമക്കൽമേട് ചക്കക്കാനം നിവാസികൾ. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജലവിതരണം കാര്യക്ഷമമല്ല എന്നാണ് പരാതി. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന മേഖലയാണ് ചക്കക്കാനം. തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ആണ് ഇവിടം. വേനലിന്റെ തുടക്കം മുതൽ വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. 600 ലിറ്റർ വെള്ളത്തിന് 300 രൂപ നൽകണം. നമുക്ക് കുറെ നാളായി തുടങ്ങിയിട്ട്. ഇന്നും മഴ കഴിഞ്ഞാൽ അപ്പം മുതലേ പൈസ കൊടുത്ത് വാങ്ങണം വെള്ളം. ജീപ്പിന് വെള്ളം കൊണ്ടുവന്നാലേ കഴിയാൻ പറ്റത്തുള്ളൂ. വിലയ്ക്ക് വാങ്ങുന്ന വെള്ളം കുടിക്കുന്നതിനോ ഭക്ഷണം പാകം ചെയ്യുന്നതിനോ ഉപയോഗിക്കാറില്ല. തലച്ചുമടായാണ് ശുദ്ധജലം എത്തിക്കുന്നത്. ചക്കക്കാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. ലക്ഷങ്ങൾ മുടക്കി ടാങ്കും പൈപ്പ് കണക്ഷനുകളും കുഴൽക്കിണറുകളും വിവിധ മേഖലകളിൽ സ്ഥാപിച്ചു. ഗുണഭോക്തൃ വിഹിതവും ശേഖരിച്ചാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പദ്ധതികളെല്ലാം പ്രവർത്തനരഹിതമായി. കുടിവെള്ള പദ്ധതി ഒത്തിരി ഈ പ്രദേശത്തുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു കാര്യമല്ല. കാരണം ഈ കഴിഞ്ഞിടെ ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ഒരു കുഴൽക്കിണറും ഒരു ടാങ്കിയൊക്കെ ലക്ഷങ്ങൾ മുടക്കി പണിയിപ്പിച്ചെങ്കിലും ആ മോട്ടറെല്ലാം അത് ഡ്യൂപ്ലിക്കേറ്റ് മോട്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ അതേ മാർഗ്ഗമുള്ളൂ. കാരണം ഒരു 5-6 മാസം ഓടിക്കഴിഞ്ഞപ്പോൾ ആ മോട്ടർ കേടായിപ്പോയി. വീണ്ടും ഞങ്ങൾ ഇല്ലാത്ത കാശുണ്ടാക്കി കൊടുത്തേച്ച് വന്ന ആ വെള്ളം ഇപ്പോൾ മോട്ടറും ഇല്ല, വെള്ളവും ഇല്ല, എന്തോ ഒരു അവസ്ഥയാണ്. മേഖലയിലെ 80ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം മൂലം ബുദ്ധിമുട്ടുന്നത്. ജലദൗർലഭ്യം മൂലം കൃഷിയും കാലിവളർത്തലും പ്രതിസന്ധിയിലായി. നിലവിലുള്ള പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. പഞ്ചായത്തിൽ നിന്നും വാഹനത്തിലുള്ള കുടിവെള്ള വിതരണം സ്ഥിരമായി മേഖലയിലേക്ക് എത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന സമയത്ത് കുളം മണ്ണിട്ട് മൂടിയത് പ്രതിഷേധത്തിനിടയാക്കുന്നു. ആലക്കോട് അരങ്ങം കള്ളുഷാപ്പിന് സമീപത്താണ് സ്വകാര്യ വ്യക്തി JCB ഉപയോഗിച്ച് കുളം മൂടിയത്. വരൾച്ച രൂക്ഷമായതോടെ കിണറുകളൊക്കെ വറ്റാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രദേശത്തുള്ള വീട്ടുകാർ ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ കുളം വൃത്തിയാക്കിയെടുത്തത്. സ്ഥലമുടമയുടെ പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു ഇവരുടെ പ്രവൃത്തി. കുളം ശുചീകരിച്ചതോടെ ആവശ്യത്തിന് വെള്ളം ഇവർക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ തൊട്ടടുത്ത സ്ഥലത്തിനുടമ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുളം മൂടാനെത്തിയത്. JCB വന്ന് പണിയെടുക്കുന്നു. ഞാൻ ബോണിനെ സംഭവം വിളിച്ചു പറഞ്ഞു. ബോണി വന്ന് ബോണി വരുമ്പോഴത്തേക്കും തന്നെ ഇത് സംഭവം മൂടി. ഒന്ന് ഈ മാർച്ച് മാസമൊക്കെ അല്ലേ, വെള്ളത്തിലൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയമല്ലേ, വന്ന് സംസാരിക്കാൻ എന്നുള്ളൊരു മര്യാദ പോലും അവർ കാണിച്ചിട്ടില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തി മണ്ണിടുന്നത് നിർത്തിവെച്ചുവെങ്കിലും പോലീസ് പോയ ഉടനെ കുളം പൂർണ്ണമായി നികത്തുകയായിരുന്നു. കുളത്തിന്റെ ഉടമ രേഖകളുമായി നേരിട്ടെത്തിയെങ്കിലും ഇയാൾ കൂട്ടാക്കിയില്ല. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരാൾ മൂടാൻ തുടങ്ങുന്നു. മോൻ വന്ന് പറഞ്ഞത് സ്റ്റേഷൻ പരാതി കൊടുത്തു, മൂടരുത്. സ്റ്റേഷനിൽ പോലീസ് വന്നു, മൂടരുത്, നിങ്ങൾ 10:30 വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം അറിയുന്നു പിന്നെ മൂടുന്നുണ്ടെന്ന്. ഒന്ന് ഈ ലെവലാക്കിയിട്ടിരിക്കുക. ഇതിപ്പം നമ്മുടെ പേരിലുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഒരു കുളത്തിന് മാത്രമുള്ള സ്ഥലമാണ് നമ്മുടെ പേരിലുള്ളത്. കുളം നികന്നതോടെ പലരും വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്.
ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചുവെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കൊടും വേനലിൽ കുടിവെള്ള സ്രോതസ് നശിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ആലക്കോട്. ചാലിയാറിനെ അടുത്തെറിയാൻ സ്വന്തമായി മിനി ഹൌസ് ബോട്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഒരു യുവ എഞ്ചിനീയർ. ഓർങ്ങാട്ടേരി മൈത്ര സ്വദേശി അലുഫ് ഷാഹിമാണ് ഇതിനു പിന്നിൽ. സാധാരണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാണുന്ന ഹൌസ് ബോട്ടുകളുടെ സമാനമായ രീതിയിലാണ് ചാലിയാറിലെ ഈ മിനി ഹൌസ് ബോട്ടും നിർമ്മിച്ചിരിക്കുന്നത്. 5.5 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും പൂർണ്ണമായി GA ഷീറ്റ് മൾട്ടിവുഡ് മരം മാത്രം ഉപയോഗിച്ചാണ് അലുഫ് ഷാഹിം മിനി ഹൌസ് ബോട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വിശാലമായ രീതിയിൽ ചാലിയാറിന്റെ കാഴ്ചകൾ കാണുന്ന വിധത്തിലാണ് ബോട്ടിന്റെ നിർമ്മാണം. എല്ലാ സൗകര്യങ്ങളുമുള്ള ബെഡ്റൂം, കിച്ചൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ബോട്ടിലുണ്ട്. ഇതിനു പുറമെ ബോട്ടിന്റെ മുകൾ ഭാഗത്ത് യാത്രക്കാർക്ക് കയറി നിന്ന് കാഴ്ചകൾ കാണാൻ പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷം രൂപ ചെലവിട്ടാണ് ബോട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് അലുഫ് ഷാഹിം പറയുന്നു. നിർമ്മാണം ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അതായത് നമ്മൾ വീടിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ നമ്മൾ വീടൊക്കെ മോഡേണീകരിച്ചു. പക്ഷേ നമ്മൾ പുഴയിൽ തോണി ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അതിന് മാറിയിട്ട് ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ ഒരു ബോട്ടായിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു ബോട്ടിന്റെ ഡിസൈൻ കണ്ടതിനെ തുടർന്നാണ് ഷാഹിമിനും ഇങ്ങനെയൊരു ബോട്ട് നിർമ്മിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിക്കാനുള്ള അവശ്യ വസ്തുക്കൾ കണ്ടെത്തി നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. 2 ആഴ്ചത്തെ കഠിന പരിശ്രമമാണ് സ്വന്തമായ ഒരു മിനി ഹൌസ് ബോട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. പെട്രോൾ യമഹ എഞ്ചിനാണ് ബോട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാലിയാറിലെ ആഴമേറിയ ഭാഗങ്ങളിലൂടെയും ബോട്ടിന് മികച്ച രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അരീക്കോട് സ്വന്തമായി ഒരു ഡിസൈനിംഗ് സ്ഥാപനം നടത്തിവരികയാണ് ഷാഹിം. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഹൌസ് ബോട്ട് നിർമ്മിച്ച നാട്ടിൽ താരമായി മാറിയത്. ന്യൂസ് 18 തിരൂർ. വേനൽച്ചൂടിൽ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖല ചുട്ടുപൊള്ളുന്നു. പുനലൂരിൽ ഇന്നലെ 39 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ കനത്ത ചൂടാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ചൂട് കനത്തതോടെ നഗരത്തിലെ കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. വേനൽ ചൂടിന്റെ കണക്കെടുപ്പിൽ പതിവ് തെറ്റിച്ച് പാലക്കാടിനെയും കടത്തിവെട്ടി പുനലൂർ വെന്തുരുകുകയാണ്. ഉച്ചസമയത്ത് പുറത്തിറങ്ങാൻ ഭയക്കും വിധമാണ് ചൂട്. ഇതോടെ രാവിലെ 10 മണി കഴിഞ്ഞാൽ പതിവ് തിരക്കുമില്ല. കത്തുന്ന വേനലിനെ തോൽപ്പിച്ച് വഴിയോര കച്ചവടം നടത്തുന്നവർക്ക് ഇരട്ടി ദുരിതമാണ്. ആൾക്കാർ വന്നില്ല, കച്ചവടത്തിലേക്കും കച്ചവടമും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇരിക്കും. വെയിൽ താങ്ങ മുടിയല്ല. 12 മണിക്ക് ശേഷം റോഡിലൊന്നും ആരുമില്ല. 3 മണി വരെ റോഡിൽ ആരുമില്ല. കാരണം കച്ചവടത്തെ ബാധിക്കുന്നു, വണ്ടിക്കാരെ ബാധിക്കുന്നു, യാത്രക്കാരെ ബാധിക്കുന്നു. അതുള്ള ചൂടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘദൂര സർവീസുകൾ ഒഴികെയുള്ള KSRTC ബസ്സുകളിലും പ്രൈവറ്റ് ബസ്സുകളിലും തിരക്കൊഴിഞ്ഞിട്ട് ദിവസങ്ങളായി. നഗരത്തിൽ തിരക്കൊഴിഞ്ഞതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ മറ്റൊരു വിഭാഗമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ചൂട് കാരണം ആളെ ഇറങ്ങുന്നില്ല ടൗണിൽ. ഓട്ടം വളരെ മോശമാണ്. ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ഞങ്ങളിങ്ങനെ വെയിലും കൊണ്ട് ഇവിടെ കിടക്കുക. ആരെങ്കിലും വിളിക്കുന്നോ എന്ന് നോക്കി, ആരും വിളിക്കുന്നതും ഇല്ല. വ്യാഴാഴ്ച 38 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ഇന്നലെ ഒരു പടി കൂടി കടന്ന് 39 ഡിഗ്രിയിലെത്തി. വേനൽ മഴ എത്തുമെന്ന പ്രതീക്ഷ വൈകുന്നേരത്തെ ഇടിമിന്നലിൽ അവസാനിച്ചു. വേനൽക്കാലത്തെ കനത്ത ചൂടും മഴക്കാലത്തെ പേമാരിയും പുനലൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഈ സവിശേഷമായ കാലാവസ്ഥയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഒരു പഠനവും നടന്നിട്ടില്ലെന്നാണ് പുനലൂരുകാരുടെ പ്രധാന പരാതി. ന്യൂസ് 18 കൊല്ലം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.